കേരളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ചടങ്ങിൽ ആദരിക്കും. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരമർപ്പിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പൂർവ്വം ക്ഷണിക്കും. കാവ്യപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത്. അതേ സരസ്വതി സമ്മാൻ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ. ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജത കമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാലിന് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം അഭിമന്യ ഗുരുവായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം ആശാൻ തിരനോട്ടമാടുന്ന കണ്ടപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ അത്ഭുതകരമായ യാദൃശ്ചികതകളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. കഥകളി, രാവണൻ, കീചകൻ, ദുര്യോധനൻ തുടങ്ങിയ പ്രൗഢിയേറിയ പ്രതിനായക വേഷങ്ങളുടെ അരങ്ങിലേക്കുള്ള പ്രവേശത്തിൻ്റെ പ്രാരംഭ ചടങ്ങാണ് തിരനോട്ടം. ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയുടെ പേരും തിരനോട്ടം എന്നാണ്. തിരനോട്ടത്തിന് ശേഷം അഭിനയിച്ച ആദ്യകാല സിനിമകളിൽ പലതിലും ഞാൻ പ്രതിനായകനായിരുന്നു. കഥകളി ഭാഷയിൽ പറഞ്ഞാൽ കത്തിവേഷങ്ങൾ, രാജസ പ്രധാനവും താമസിക പ്രധാനവുമായവ. തിരനോട്ടമാടി സിനിമയിലേക്ക് വന്ന എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കോപ്പണിഞ്ഞ് മുഖത്തെത്തിച്ച് കഥകളിയാടാൻ കാലം അവസരം തന്നു. ഒന്നല്ല 2 തവണ. ആ 2 തവണയും എൻ്റെ ഗുരുവായിരുന്നത് ബാലസുബ്രഹ്മണ്യം ആശാൻ. അതുകൊണ്ട് ഈ ചലച്ചിത്ര സഭയിൽ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പാടുകയും ചെയ്ത ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് ഈ പരിപാടി ഞങ്ങൾ എത്തിച്ചത്. അതിൽ ഓരോരുത്തർക്കും ലാലേട്ടൻ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവരെ ആദരിക്കും. അതിനുവേണ്ടി ലാലേട്ടൻ ക്ഷണിക്കുക.
ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR രാജൻ, ധനകാര്യമന്ത്രി ശ്രീ KL ബാലഗോപാൽ, വേദിയിലെ സദസ്സിലെ മറ്റ് വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെ, ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത്, സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യൻ്റെ സമർപ്പിത ജീവിതം എൻ്റെ മനസ്സിലൂടെ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കടന്നുപോയി. മുംബൈയിലെ പ്രശസ്തമായ JJ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥി നിന്ന് തുടങ്ങി രാജാ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ത ദൂരങ്ങൾ, പഠനങ്ങൾ, പരീക്ഷണങ്ങൾ, അധ്വാനങ്ങൾ, സ്വപ്നത്തെ വേട്ടയാടി പിടിക്കുന്ന ഒരു മനസ്സിൻ്റെ ആവേഗങ്ങൾ, അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോളം കുനിഞ്ഞു. എൻ്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിൻ്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ. ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും 120 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു. രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി. അതിൻ്റെ ആകാശം ഒരുപാട് വിശാലമായി. അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിദൂര നക്ഷത്രമായി ഞാൻ പറയുന്നത്. ദില്ലിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തെക്കാലം ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ്. ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തെരഞ്ഞെടുത്ത ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചു പിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല. 48 വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഞാൻ. സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു. അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. മദ്രാസിയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു. ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്കാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ ഫാസിനെ വെച്ചു. അങ്ങനെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറ 48 വർഷമായി. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയിലെ അതോർക്കുമ്പോൾ എനിക്ക് ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു. ഇല്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ, ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്ന് ആലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ്. മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു. ഇനി ഒഴുകൂ എന്ന് പറയുന്നു. നന്ദി. ആരോഗ്യം ഞാൻ ചൊല്ലുന്നു. And Lal sir, everybody love, but I'm sure he's watching me. So, Padma Shri, Padma Bhushan, Dada Saheb Phalke Award winner, your very beloved Shri Mohanlal ji. എനിക്ക് 2 വാക്ക് പറയാനേ എനിക്ക് സമയം കൊടുത്തിട്ടുള്ളൂ. സോ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇത്രയും ഞങ്ങൾ പടം ചെയ്തിട്ടും ഒരു 15 വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടും ലാൽ സാർ മാറിയിട്ടില്ല. After all of these awards and recognition, he's the same humble, charming, ഒരു മാന്ത്രികൻ പോലെ
ഒരു ആർട്ടിസ്റ്റാണ്. സോ എപ്പോഴും വളരെ പേഷ്യൻ്റ് ആയിരുന്നു വിത്ത് ഹിസ് ആർട്ടിസ്റ്റ് ഫോർ മീ ഇൻ ജനറൽ. ആൻഡ് റിയലി വണ്ടർഫുൾ ടു ഹാവ് met such an artist. So ഇവരെല്ലാം കൂടെ ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും നമുക്ക് വി ആർ ഏബിൾ ടു ലേൺ. ബിക്കോസ് നമുക്ക് അങ്ങനെ ആക്ടിങ് സ്കൂൾസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് ആക്ടിങ് സ്കൂൾസ്, അപ്പോഴെല്ലാം ഇവരൊക്കെ ആയിരുന്നു, റൈറ്റ്? സോ എവറിബഡി താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഈ ഫംഗ്ഷൻ ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം ലാലേട്ടനല്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ലാലേട്ടന് ഒരു പ്രാവശ്യം പോലും തമിഴ്, തെലുഗു, കന്നഡ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരിക്കൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ലാലേട്ടന് കാരണം വയസ്സിൽ മൂത്ത ആൾക്കാർ പോലും നിങ്ങളുടെ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ എന്നാണ് പറയാറ്. അപ്പോൾ എല്ലാവരുടെയും സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കതറിയാം. ലാലേട്ടൻ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുള്ള 2 പടങ്ങൾ, വിൻസെൻ്റ് തോമസിൻ്റെ കൂടെ ആൻസി ആയിട്ടും ജാക്കിയുടെ കൂടെ അശ്വതി വർമ്മയായിട്ട് അഭിനയിക്കാൻ കഴിയുന്നു. ഈ ഫംഗ്ഷൻ വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മത്സരേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പം ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതെനിക്കൊരു വലിയൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിന്. അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ലാലേട്ടൻ ഈ അവാർഡ്സ് ഇത്രയും നല്ല വളരെ വളരെ വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇതുപോലെ വീണ്ടും വീണ്ടും അവാർഡ്സ് കിട്ടുമ്പോൾ എന്നെയും വിളിച്ച് വീണ്ടും ലാലേട്ടനെ കാണാൻ, നിങ്ങളോടൊപ്പം കാണാൻ ഇവിടെ വരാൻ ഇടയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.